ഈ വീഡിയോയിൽ പാകിസ്ഥാൻ്റെ രണ്ട് പ്രതിനിധികൾ, ഒന്ന് ഷഹബാസ് ഷെരീഫും അതേപോലെ മറ്റൊന്ന് അസീം മുനീറും, ഈ രണ്ടുപേരും അമേരിക്കയിലേക്ക് ഈ റെയർ എർത്ത് എലമെൻസുമായിട്ട് പോയല്ലോ. അപ്പോൾ ഈ ബോക്സ് അവിടെ പോയി തുറന്നു കാണിച്ച ആ രംഗമൊക്കെ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അസീം മുനീറിനെ വിചാരണ ചെയ്യണം, അതേപോലെ ജോയിൻറ്റ് പാർലമെൻ്ററി സെഷൻസ് നടത്തണം. എന്തിൻ്റെ ബേസിസിലാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് ഇയാൾ ഇങ്ങനെ പെട്ടിക്കുള്ളിൽ ഇതേപോലത്തെ റെയർ എർത്ത് എലമെൻസ് ഒക്കെ വെച്ചുകൊണ്ട്, എന്ത് റെയർ എർത്ത് എലമെൻസ് ആണ് പാകിസ്ഥാൻ്റെ ജനങ്ങൾ അറിയാത്ത സാധനങ്ങൾ ഈ പെട്ടിക്കുള്ളിൽ പൂഴ്ത്തി വെച്ച് അമേരിക്കയിൽ കൊണ്ട് തുറന്ന് കാണിച്ചത്? ആർമി, അതായത് ഫീൽഡ് മാർഷൽ ചെയ്യേണ്ട ജോലിയാണോ ഇത്? ഒരു സെയിൽസ്മാൻ ലെവലിലേക്ക് തരം താഴ്ന്നുകൊണ്ടുള്ള പ്രവർത്തികളായിട്ടാണ് ഇതിനെയൊക്കെ വിലയിരുത്തുന്നത് എന്നുള്ള നിലയിൽ പാകിസ്ഥാന്റെ പാർലമെന്റിന്റെ ഉള്ളിൽ അസീം മുനീറിനെതിരെയും ഷഹബാസ് ഷെരീഫിനെതിരെയും അതേപോലെ പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇഷാഖ് ദറിനെതിരെയൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ പുറത്തു വരുന്നത്. പാകിസ്ഥാന്റെ ഉള്ളിൽ ഇവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കനത്ത പ്രതിഷേധം, അതുപോലെ തന്നെ ഇവരൊരു മോക്രി ക്യാരക്ടേഴ്സ് അങ്ങനെയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും അതിന് പ്രധാനപ്പെട്ട കാരണമായി തീർന്നത് ട്രംപ് ഗാസയുടെ പീസ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 21 പോയിന്റ് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ആ പ്രസ്താവന സൈൻ ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാന്റെ അസീം മുനീറിനെയും ഷഹബാസ് ഷെരീഫിന്റെയും സപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അവർ ഈ ഗാസയുടെ പീസ് പ്ലാനിൽ തുടക്കം മുതലേ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയുകയുണ്ടായി. ഇത് പലതരത്തിലും പാകിസ്ഥാന്റെ ഉള്ളിൽ മീഡിയ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. മീഡിയ ചർച്ചയ്ക്ക് എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഗാസ എന്ന് പറയുന്നത്, ഈ പാലസ്തീൻ അഥവാ ഗാസ എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 1947 ശേഷം രണ്ട് രാജ്യങ്ങളാണ് രൂപപ്പെട്ടത്. അതിൽ ഒന്ന് ഇസ്രായേൽ, മറ്റൊന്ന് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഉണ്ടായ നാൾ മുതലേ ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടില്ല. ഇസ്രായേലിനെ ഈ മൊമെന്റ് വരെ ഇസ്രായേൽ ഒരു സ്റ്റേറ്റ് ആണെന്നുള്ള അംഗീകാരം പാകിസ്ഥാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ലോകത്ത് എവിടെയൊക്കെ ഈ ആന്റി സെമിറ്റിസം എന്നുള്ള രീതിയിൽ യഹൂദന്മാരോടുള്ള ഒരു വിരോധം ഉണ്ടോ, അത് ഏറ്റവും കൂടുതലുള്ളത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാന്റെ ഫണ്ടമെന്റലിസം തന്നെ ഇതിനെതിരാണ്. അപ്പൊ അങ്ങനെ പാകിസ്ഥാന്റെ ഉള്ളിലുള്ള പല സംഘടനകൾ, അതായത് പൊതുവിലെ ഈ ഇന്ത്യ വിരുദ്ധത, അതുപോലെ തന്നെ കശ്മീർ മേഖലയിൽ ഇന്ത്യക്കെതിരെ എടുക്കേണ്ട നടപടിക്രമങ്ങൾ, അതുപോലെ തന്നെ ആഗോളതലത്തിൽ ഇസ്ലാമിക നാടുകൾക്ക് കൊടുക്കേണ്ട സപ്പോർട്ട്, ഇതിനെക്കുറിച്ചൊക്കെ പഠനം കൊടുക്കുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ മതപഠനങ്ങൾ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീവ്രവാദ പ്രവർത്തനത്തിൽ തന്നെയാണ് ഇത് ഊന്നി നിൽക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഈ ജിഹാദ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ യഹൂദർക്കെതിരെ ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ അതിനെ ത്യജിച്ചുകൊണ്ട് ഒരു രീതിയിലും പാലസ്തീനെ വിട്ടുകൊടുത്തുകൊണ്ട് ഇസ്രായേലിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് ചെയ്ത രീതിയിൽ ട്രംപിന്റെ കൂടെ ചേർന്ന് ഈ 21 പോയിന്റ്സ് ഉൾപ്പെടുന്ന ഗാസയിലെ ടോണി ബ്ലെയർ ഉൾപ്പെടെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്ന രീതിയിലുള്ള ഭരണം നടത്താൻ വേണ്ടിയിട്ട്, ഗാസ ജനങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഭരണം അവരുടെ മേളിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ കൂട്ടുനിൽക്കുന്നു എന്നാണ് ആരോപണം. ആരോപണമല്ല, അത് ഫാക്റ്റാണ്. അപ്പോൾ അങ്ങനെ പാകിസ്ഥാനെ ശരിക്കും അമേരിക്ക പെടുത്തിയിരിക്കുകയാണ്. ഈ പെടുത്തിയ അവസ്ഥയിൽ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഇമ്രാൻഖാൻ, അതായത് എക്സ് പ്രൈം മിനിസ്റ്റർ ഇമ്രാൻഖാൻ ഇപ്പോൾ ജയിലിലാണ്. പുള്ളിയെ ഇപ്പം റാവൽപിണ്ടിയിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു ജയിലിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. ഈ ഇമ്രാൻഖാന്റെ പാർട്ടി ആയിട്ടുള്ള തെഹ്രീക്ക് ഇൻസാഫ് എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടിയുണ്ട്. ആ പാർട്ടി പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് പാലസ്തീൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിനെ അംഗീകരിക്കാതെ, പാലസ്തീൻ സ്റ്റേറ്റിന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകാതെ ഒരു രീതിയിലും ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിനെ അംഗീകരിക്കില്ല എന്നാണ് പാകിസ്ഥാന്റെ ഫണ്ടമെന്റലിസം പറയുന്നത്. അതിലുപരിയായിട്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റേ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് പാകിസ്ഥാന്റെ പല സംഘടനകളും അവരുടെ ഫണ്ടമെന്റലായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നത്. അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പം ഈ പാകിസ്ഥാൻ നിലവിലുള്ള ഭരണകർത്താക്കളായിട്ടുള്ള ഫീൽഡ് മാർഷൽ അസീം മുനീറും ഈ ഷഹബാസ് ഷെരീഫും നടത്തിയിട്ട് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പാർലമെന്റിൽ തന്നെ മോക്കിയാണ്. പാകിസ്ഥാന്റെ പാർലമെന്റിന്റെ ഉള്ളിൽ ഇവരെക്കുറിച്ച് സംസാരിക്കുന്ന ക്ലിപ്പ് ഞാനിവിടെ ആഡ് ചെയ്യാം. ഒരു ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ക്ലിപ്പാണ്. ഏത് തരത്തിലാണ് ഇവരെ പാകിസ്ഥാന്റെ ഉള്ളിൽ തരം താഴ്ത്തുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. हमारा चीफ ऑफ द आर्मी स्टाफ बाहर घूम रहे और ब्रीफकेस में रेयर अर्थ, यार व्हाट अ जोक। ये मजाक था। वो तस्वीर जिसने भी देखी, कौन सा चीफ ऑफ द आर्मी स्टाफ ब्रीफकेस में रेयर अर्थ मिनरल लेके जाएगा, और वो मुझे एक बेहतरीन ब्रांड स्टोर लग रहा था जिसमें एक मैनेजर खड़ा बड़ा खुशी खुशी देख रहा था, एक दुकानदार बाहर को कह रहे कि आ जाओ मेरे पास बड़ी अच्छी चीज है, ये खरीद लो। किस मुआहदे के तहत, किस कानून के तहत, किस आइन के तहत? ये तो डिक्टेटरशिप है. This is, sorry to say, not democracy. The Minister of the Law Affairs is sitting there.
क्या पार्लियामान की कोई अहमियत है कि नहीं है? ഇനി മുഹമ്മദ് അലി ജിന്ന, ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, ഇതാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ ഇവരെ കുറിച്ചുള്ള വിലയിരുത്തൽ. ഇനി മുഹമ്മദ് അലി ജിന്നയുടെ കാര്യം നോക്കാം. ഈ മുഹമ്മദ് അലി ജിന്ന ഈ പാകിസ്ഥാൻ രൂപീകരിച്ചത് തന്നെ ഇസ്ലാമിക് ഫണ്ടമെന്റലിസം കൊണ്ടും അതേപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആ ഒരു മൗദൂദിസം, ആ ഒരു ഫണ്ടമെന്റലിസത്തിലാണ് പാകിസ്ഥാന്റെ ഫത്വകൾ മൊത്തം ക്രിയേറ്റ് ചെയ്ത് പാകിസ്ഥാനെ ഈ രീതിയിൽ ഒരു ഇസ്ലാമിക് രാജ്യമായിട്ട് നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഈ മൗദൂദിസത്തിന്റെ ഈ ഒരു ഫത്വകൾ എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലല്ല പാകിസ്ഥാനെ സഹായിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ഫണ്ടമെന്റലിസം കൊണ്ടുപോകുന്ന ഈ പാകിസ്ഥാൻ ജിന്നയുടെ ആ ഒരു ആശയത്തെ തന്നെ, ഫാദർ ഓഫ് പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് അലി ജിന്നയുടെ ആശയങ്ങളെ തന്നെ എതിർക്കുന്ന രീതിയിലാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ നിലവിലെ ഭരണകർത്താക്കൾ പെരുമാറുന്നത് എന്നുള്ള രീതിയിലാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ ഇവരെ കുറിച്ച് ഇപ്പൊ നിലവിലുള്ള അണ്ടർസ്റ്റാൻഡിങ്. ഇതുവരെ പാകിസ്ഥാൻ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിനെ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ പാകിസ്ഥാൻ അമേരിക്കയിൽ പോയിട്ട് ചെയ്തിട്ട് വന്ന പ്രവൃത്തി പാലസ്തീൻ സ്റ്റേറ്റ് ഉണ്ടാകാതെ തന്നെ ഇസ്രായേലിനെ അംഗീകരിച്ചിരിക്കുകയാണ്. ഇതാണ് ഇവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ചോദ്യത്തിന് പാകിസ്ഥാന്റെ ഉള്ളിൽ ഉത്തരം പറയാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുകയാണ് ഈ മൂന്ന് വ്യക്തികളും. അപ്പൊ പാകിസ്ഥാന്റെ നിയമ സംവിധാനത്തിന് തന്നെ ഇവരെ തൂക്കി വിറ്റു. പാകിസ്ഥാന്റെ നിയമവ്യവസ്ഥയ്ക്ക് എതിരായിട്ട് ഇവർ പ്രവർത്തിക്കുന്നു. അപ്പൊ ഇവിടെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതായത് പാകിസ്ഥാൻ എപ്പോഴും ഈ ഗാസയെയും കശ്മീരിനെയും ഒരേപോലെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഹമാസ് POK വിസിറ്റ് ചെയ്ത് സോളിഡാരിറ്റിയൊക്കെ പ്രഖ്യാപിക്കുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇവർ കാണിച്ച ഈ പ്രവൃത്തി, ഗാസയെ മറന്നുകൊണ്ട് പാലസ്തീൻ സ്റ്റേറ്റിനെ മറന്നുകൊണ്ട് ഇവർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ ഇവര് കശ്മീർ എന്ന് പറഞ്ഞ ആ ഒരു മോറൽ സ്റ്റാൻഡ് ഉണ്ടല്ലോ, പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്ന കശ്മീർ എന്ന് പറഞ്ഞൊരു ആശയം, മുസ്ലിം ജനതയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതായിട്ടുള്ള ഒരു കശ്മീരിനെ ഞങ്ങളോടൊപ്പം ചേർക്കണം എന്ന് പറയുന്ന ആ ഒരു ആശയം, ആ ആശയത്തിനെ ഇവര് നിരുപാധികം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇവരറിയാതെ തന്നെ ഇവരതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇനി കശ്മീർ വിഷയം ഇന്ത്യ വേറൊരു രീതിയിൽ അവതരിപ്പിക്കും. കാരണം ആ രീതിയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ പെട്ടിരിക്കുന്നത്. ഈ ഗാസ 21 പ്ലാൻ നറേറ്റ് ചെയ്യുന്നതിൽ പാകിസ്ഥാൻ ആദ്യം മുതലേ ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. ഇപ്പം ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഇഷാഖ് ദർ പറയുന്നത്, അയ്യോ ഞങ്ങളടുത്ത് പറഞ്ഞ രീതിയിലല്ല ഇത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്, ഞങ്ങളോട് പറഞ്ഞതല്ല ഈ 21 പോയിന്റ്, ഞങ്ങളടുത്ത് പറഞ്ഞതിന് വേറെ രീതിയിലാണെന്നുള്ള ഉരുണ്ടുകളിയൊക്കെ ഇപ്പൊ നടത്തുന്നുണ്ട്. അതൊക്കെ അവരുടെ പൊളിറ്റിക്കൽ സർവൈവലിന് വേണ്ടിയിട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരു സംഘടന ഇതിനെ എതിർത്ത് വന്നിട്ടുണ്ട്. ജാമിയ ഉലൈമ ഫൈസ എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്. ഈ സംഘടനയാണ് ഈ മദ്രസ പഠനങ്ങൾ, ഈ ഒരു ഇസ്രായേലിനെതിരെയുള്ള വിഷയങ്ങൾ, ഇന്ത്യക്കെതിരെയുള്ള വിഷയങ്ങൾ, അതായത് ഇസ്ലാമിനെതിരെ എന്തൊക്കെ കാര്യങ്ങൾ, ഈ കാഫിർ ആ രീതിയിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പഠിപ്പിക്കുന്നത് ഈ ജാമിയ ഉലൈമ എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ്. പല തീവ്രവാദ സംഘടനകൾക്കും ഫണ്ടമെന്റൽ എഡ്യൂക്കേഷൻ നേടിയിട്ട് ഇവിടെ നിന്നാണ്, ഈ സംഘടനയിൽ നിന്നാണ് ആൾക്കാർ പോകുന്നത്. അതുപോലെ ജമാഅത്ത് ഇസ്ലാമി ഇതിനെതിരെ ഓൾറെഡി തന്നെ പ്രസ്താവന പുറപ്പെടുവിച്ചു കഴിഞ്ഞു. പിന്നെ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞിരിക്കുന്നത് 66,000 പാലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഗാസ യുദ്ധത്തിൽ. കൊല്ലപ്പെട്ട പാലസ്തീനികൾക്ക് മുകളിൽ നിന്നുകൊണ്ടാണ് പാകിസ്ഥാൻ അവരെ ത്യജിച്ചുകൊണ്ട് ഇസ്രായേലിനോടൊപ്പം കൂട്ടുപിടിച്ചിരിക്കുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. ചില ടാഗ് ലൈൻസ് ഒക്കെ പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് സയനിസ്റ്റ് പാകിസ്ഥാൻ എന്നാണ്. അപ്പൊ അതിൽ അവർ പറഞ്ഞു വെക്കുന്നത് ഇസ്രായേലിനെതിരെ ജിഹാദ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മൊറാലിറ്റി. അതിനെ മറന്നുകൊണ്ട് എങ്ങനെ പാകിസ്ഥാൻ ഇത് സാധിച്ചു എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. ശരിക്കും പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരു അൺസർട്ടനിറ്റി ഓൾറെഡി തന്നെ POK മേഖല പുകഞ്ഞുകൊണ്ട് കിടക്കാണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അതിനെ തുടർന്ന് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ ഒരു ഭീഷണി അവിടെ കൊടുത്തിട്ടുണ്ട്. POK വിഷയം ഒരു സൈഡിൽ അവിടെ നടക്കുമ്പോൾ തന്നെ ഇവിടെ താഴെ സർഗ്രീക്ക് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചെറിയ വാക്കുവാദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാണിങ്ങും ത്രെട്ടനിങ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ ഓപ്പറേഷൻ 2.0 സ്റ്റാർട്ട് ചെയ്യുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ സർഗ്രീക്ക് ഏരിയയെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇൻസൈറ്റ്സ് മലയാളം എന്നുള്ള പേരിൽ നമ്മളൊരു വാട്സപ്പ് ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ്, ചില കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് അതൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും അത് ഈ വീഡിയോയിലൂടെ ചിലപ്പോൾ ഇവിടെ പങ്കുവയ്ക്കാൻ പറ്റില്ല. അങ്ങനത്തെ ചില ഡേറ്റ നമ്മളുടെ വാട്സപ്പ് ചാനലിലൂടെ ഷെയർ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ചാനൽ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റും. ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത വീഡിയോസ്, ചില കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ അതിനകത്ത് പങ്കുവെക്കുന്നതായിരിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് ഈ അസീം മുനീറിനും ഷഹബാസ് ഷെരീഫിനും പാകിസ്ഥാൻ ജനങ്ങളുടെ അപ്രൂവൽ റേറ്റ് 40% പക്ഷെ അതേസമയം ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ഇവർ ഭയങ്കരമായിട്ടുള്ള മാർക്കറ്റിംഗ് പോസ്റ്റർ ഒക്കെ അടിച്ച് ഏതോ ഇന്ത്യയെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞതുപോലെയുള്ള പോസ്റ്ററും ആ ഒരു നറേറ്റീവ് ഒക്കെ സൃഷ്ടിച്ച് അവരുടെ ജനങ്ങളെ പറ്റിക്കാൻ അവർക്ക് പറ്റും. ആ രീതിയിൽ ഒരു പറ്റിപ്പ് നടത്തി അവരുടെ ഒരു അപ്രൂവൽ റേറ്റ് ഒരു 80% ഉയർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നിലവിൽ ലാസ്റ്റ് ടൈം ഇവർ മലപ്പുറം കത്തിയുമായിട്ടൊക്കെ ഇങ്ങനെ ചെറിയൊരു ബ്രീഫ് കേസും കൊണ്ട് സെയിൽസ് പേഴ്സൺ എന്നുള്ള നിലയിൽ പോയിട്ട് അമേരിക്കയുടെ മുന്നിൽ ഇങ്ങനെ ബോക്സ് ഒക്കെ തുറന്ന് കാണിച്ച് റയർ എർത്ത് മിനറൽ ഒക്കെ കാണിച്ചു കൊടുത്തല്ലോ. ആ ഒരു സീനോട് കൂടി ഇവർ രണ്ടുപേരുടെയും, ഷഹബാസ് ഷെരീഫിന്റെയും അസീം മുനീറിന്റെയും പോപ്പുലാരിറ്റി കുത്തനെ താഴോട്ട് ഇടിഞ്ഞു വീണിരിക്കുകയാണ്. അപ്പൊ ഇതാണ് പാകിസ്ഥാന്റെ നിലവിലുള്ള അന്തരീക്ഷം. പാകിസ്ഥാന്റെ പാലസ്തീനോടുള്ള ഇരട്ടത്താപ്പ്, കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവര്
ഇസ്രായേലിനോടൊപ്പം പോകുന്ന ഒരു രീതി, അമേരിക്കയുടെ നിലപാടുകളോടൊപ്പം നിന്നുകൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് ആയുധങ്ങൾ സംഘടിപ്പിച്ച് ഇന്ത്യക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കുന്ന ഒരു പാകിസ്ഥാനാണ് നമുക്കിപ്പോൾ കാണുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ അവരുപയോഗിച്ചിരുന്ന ചൈനീസ് വെപ്പൺസ് മൊത്തം പരാജയമായിരുന്നു. അതുകൊണ്ടാണ് അസീം മുനീർ എന്ന് പറഞ്ഞ ആ ഒറ്റ ഒരാളുടെ ആ ഒരു മൈൻഡ് സെറ്റിൽ മാത്രമാണ് അമേരിക്കയോടൊപ്പം നിൽക്കാം, അമേരിക്കൻ ആയുധങ്ങൾ കുറച്ചുകൂടെ വാങ്ങാം എന്നുള്ള ഒരു ധാരണയിൽ എത്തിയിട്ടാണ് ഈ അമേരിക്കയുടെ വാലും പിടിച്ച് നിൽക്കുന്നത്. അത് കുറച്ച് നല്ല ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഇന്ത്യയെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു ഐഡിയോളജി. അതിനു വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് അവർക്ക് തന്നെ വിനയായി തീർന്നിട്ടുണ്ട്. അത് അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് പലരും ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.